രോഗങ്ങൾ തളർത്തിയ ജീവിതം വഴിമുട്ടിയ പാലക്കാട് സ്വദേശി അഫ്സൽ റഹ്മാന് മുച്ചക്ര വാഹനം ലഭിച്ചു. നമ്മുടെ കിഡ്നി രോഗികൾക്ക് ആശാകേന്ദ്രമായ ഫാദർ ഡേവിസ് ചിറമൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്കൂട്ടർ കൈമാറിയത്. 24 വാർത്തയെ തുടർന്നായിരുന്നു ഫാദർ ചിറമൽ ഇക്കാര്യം ഏറ്റെടുത്തത്. 24 കണക്ട് ഇമ്പാക്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കമൊക്കെ കിട്ടിയോ? ഓക്കെ, ഗുഡ് മോർണിംഗ് എസ്കൻ, ഹാപ്പി ന്യൂ ഇയർ. ഉറങ്ങാൻ കുറച്ച് വൈകി എസ്കൻ, അതുകൊണ്ട് അത്ര നല്ല ഉറക്കമായിരുന്നില്ല. അത് രാവിലെ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. എന്തായാലും വളരെയധികം സന്തോഷം ഈ പുതുവർഷ ദിനത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഈ 24 കണക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കോള്, അഫ്സൽ റഹ്മാൻ്റെ കോള് പാലക്കാട് നിന്ന് ആദ്യമായിട്ട് വരുന്നത്. തുടർന്ന് നമ്മളത് ഫോളോ അപ്പ് ചെയ്തു. അദ്ദേഹം കഴിഞ്ഞൊരു 3 വർഷം മുൻപ് വരെ വളരെ ആരോഗ്യവാനായി സ്വന്തമായി ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ രോഗം വന്നതിന് പിന്നാലെ കാര്യമായി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. നടക്കാൻ തന്നെ വളരെയധികം പ്രയാസമായിരുന്നു. അരയ്ക്ക് താഴേക്ക് അദ്ദേഹത്തിന് തളർച്ച അനുഭവപ്പെടുകയും നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നീട് വളരെയധികം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മവീര്യം കൊണ്ട് മാത്രം നടക്കാനൊക്കെ തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കുന്നതിനേക്കാൾ സ്വന്തമായി ഒരു ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹം. അതിന് ആവശ്യം ഒരു മുച്ചക്ര സ്കൂട്ടറാണ്. എനിക്ക് വീടോ മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ ഒരു മുച്ചക്ര സ്കൂട്ടർ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലി എനിക്ക് ചെയ്യാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തു. അതിന് പിന്നാലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചിറമേൽ അച്ഛൻ എസ്കേനെയാണ് ആദ്യം ബന്ധപ്പെട്ടത്. തുടർന്ന് എസ്കേൻ നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ തൃശ്ശൂർ ശൈലിയിൽ അതിനെന്തൊരു സ്കൂട്ടർ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് വിദേശത്താണ് ഉണ്ടായിരുന്നത്. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് മുഖാന്തരം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ഈ സ്കൂട്ടർ കൈമാറിയത്. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അത്. വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. 24 കണക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് നടപ്പാകുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം വ്യക്തിപരമായ സന്തോഷം കൂടിയാണ്. എന്തായാലും ഇനി അഫ്സൽ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി ലോട്ടറി ജോലിയോ അല്ലെങ്കിൽ ആ സ്കൂട്ടറിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കടയിടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആണ് അക്കാര്യത്തിൽ, സന്തോഷവാനാണ്. എനിക്ക് ഇനി സ്വന്തം നിലയ്ക്ക് മറ്റാരുടെയും മുന്നിൽ കൈനീട്ടാതെ മുന്നോട്ട് പോകാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതി എന്നുള്ളത് ഈ ലൈഫ് പദ്ധതിയിലൊന്നും ഇടം പിടിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ലൈഫ് പദ്ധതി നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളെ അതിൽ വീടുകൾ നൽകുന്ന ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫിലും ഇടം പിടിക്കാത്ത അഫ്സൽ റഹ്മാൻ ഒരു വീട് എന്നുള്ളത് എപ്പോഴും ഒരു വിദൂര സ്വപ്നമാണ്. അതൊക്കെ ഇനി ജോലി ചെയ്ത് തനിക്ക് നേടാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ കരുത്തേകുന്നതാണ് ചെറുതെങ്കിലും ഈ മുച്ചക്ര സ്കൂട്ടർ എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിനുവേണ്ടി പ്രയത്നിച്ച ട്രസ്റ്റിലെ അംഗങ്ങൾ, ചിറമേലച്ഛനോട് നന്ദി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പിറന്നാളിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച മറ്റാളുകളെ കൂടി ഓർക്കുകയാണ്. നമ്മുടെ കണക്റ്റിന്റെ ഭാഗമായിട്ടുള്ള അനഘയാണിത് നിരന്തരം കോർഡിനേറ്റ് ചെയ്തിരുന്നത്. എന്നെയും അഫ്സൽ റഹ്മാനെയും ഒക്കെ എപ്പോഴും ബന്ധപ്പെട്ടിരുന്നത് അനഘയാണ്. അനഘയോടുള്ള നന്ദി കൂടി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.